ഹലോ ഓൾ, ജ്ഞാനന്ദ ലേണിംഗ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഫിസിക്സ് +1 ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് നമുക്ക് അതിൻ്റെ വെയിറ്റേജും ഇൻഡിവിജ്വൽ ചാപ്റ്റർ എത്ര വെയിറ്റേജ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഏത് പോയിൻ്റ് നോക്കാതെ ഒന്നുകൂടെ എടുത്ത് നോക്കാതെ പോകരുത്, അങ്ങനെയുള്ള ഏതൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ +1 ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ളതിനായി നോക്കിക്കളയാം. ഏതാ ഉള്ളത്? 1, 7 അതേതാ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നിൽക്കട്ടെ. ഈ എല്ലാ മാർക്ക് ഡിവിഷൻ്റെ എല്ലാത്തിൻ്റെയും ഒരു +or-2 വെച്ചിട്ട് ആലോചിച്ചാൽ മതിയല്ല എന്നാണ്. എല്ലാത്തിൻ്റെയും ഒരു +or-2 വെച്ചിട്ട് ആലോചിച്ചാൽ മതി. പിന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഏതാ? 6. അതേതാ? ലോസ് ഓഫ് മോഷൻ. പിന്നെ ഒരു ചാപ്റ്റർ, പിന്നെ ഈ 5 മാർക്കിൻ്റെ എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് ഓക്കെ. അതേതൊക്കെയാണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ചാപ്റ്ററിന് 5 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താ, ആദ്യം നോക്കേണ്ട ചാപ്റ്റർ അല്ലെങ്കിൽ ആ ചാപ്റ്റർ നോക്കാതെ പോകാൻ പാടില്ല എന്നുള്ളതാണ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിവിഷൻ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് 4 മുതൽ 5 മാർക്ക് വരെയൊക്കെ വരാം, അത് വേണം. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും ഏകദേശം ഒരു മിനിമം 4 മാർക്ക് ഉണ്ട്. ആവറേജ് നോക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററിനും മിനിമം ഒരു 4 മാർക്കിനുണ്ട് പഠിക്കാൻ. അപ്പോൾ അതിൽ നിന്ന് 2 മാർക്ക് ഒരു 3 മാർക്ക് കൂടുതൽ വരുന്ന ചാപ്റ്റേഴ്സാണ് എന്ത്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, ലോസ് ഓഫ് മോഷൻ, ഫ്ലൂയിഡ്സ്, സോളിഡ്സ് പോലെ ചാപ്റ്റേഴ്സ്. അപ്പം ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഈ ഹൈ മാർക്കുള്ള ചാപ്റ്റർ ചിലപ്പോൾ നമുക്ക് അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വെയ്ക്ക് ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു എക്സ്ട്രാ വർക്ക് ഇട്ട് അതൊന്ന് കവർ ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റേജ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ചാപ്റ്റർ വൈസും ഓരോ ചാപ്റ്റർ ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ എങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ, എത്ര സെക്ഷൻസ് ഉണ്ട്, എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമായിട്ട് കാണുമെന്ന് തോന്നരുതല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് വെയിറ്റേജ് ഉള്ളത്, ഏതൊക്കെ സെക്ഷനിൽ എത്ര മാർക്കിന് വരും, നമുക്കൊന്ന് നോക്കി നോക്കാം. ടോട്ടൽ 60 മാർക്കിനാണ് ചോദിക്കുക. 60 മാർക്ക് അറിയാമല്ലോ, എന്നാലും പറയാം 60 മാർക്ക് വരും. പിന്നെ നമുക്ക് സെക്ഷൻ 1 എന്താ ഉള്ളത്? സെക്ഷൻ 1 1 മാർക്ക്, ഒരു മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് ചെയ്യണം. 5 × 1 ആണ്. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ കാണും? ടോട്ടൽ ഒരു 7 ക്വസ്റ്റ്യൻ കാണും. നമുക്ക് 2 എണ്ണം കളയാം, 5 എണ്ണം പിക്ക് ചെയ്യണം. എല്ലാം 1 വേർഡ് ആയിരിക്കും. 1 മാർക്കിൻ്റെ ഒരു സെഷൻ കാണും ഫസ്റ്റ്. പിന്നെ വരുന്നത് 2 മാർക്ക് സെഷനാണ്. അത് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 എണ്ണം എഴുതണം. 5 × 2 10 മാർക്കുള്ള സെക്ഷൻ ആയിരിക്കും. 5 × 2 ആണ് അത് എന്ന് പറഞ്ഞാൽ 7 എണ്ണത്തിൽ 5 എണ്ണം പിക്ക് ചെയ്യണം. പിന്നുള്ളത് 3 മാർക്ക് സെഷൻസാണ്. അത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 14, 15, 16 ഇത്രയും സെഷനിൽ നിന്ന് എന്താ ഒരു 15 മുതൽ 25 10 ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര ഒരു 6 ക്വസ്റ്റ്യൻ എഴുതണം. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും, 3 മാർക്ക് സെക്ഷൻ വരും. പിന്നെ ഒരു 5 മാർക്കിൻ്റെ സെക്ഷൻ വരും. ഡയറക്റ്റ് 5 മാർക്ക് സെക്ഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ്? 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് സെക്ഷൻ. ഈ 5 മാർക്ക് സെക്ഷനിലൊക്കെ മിക്കപ്പോഴും സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1 മാർക്ക് 1, 2, 2 ഈ ഒരു മോഡലായിരിക്കും 5 മാർക്ക് സെക്ഷൻ വരിക മിക്കപ്പോഴും. അതാണ് 1 മാർക്ക് ഒരു 1 വേർഡിൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ 2 പോയിൻറ്റ് 2 ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും 5 മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മൾട്ടിപ്പിൾ പാർട്ട് വരെ നമുക്ക് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ബാക്കി 4 മാർക്കിൻ്റെ അറിയായിരിക്കും. മെജോറിറ്റി അറ്റൻഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എന്ത് ലാസ്റ്റ് സെക്ഷനിലേക്കുള്ള വരുമ്പോൾ ഉള്ളത്. 3 മാർക്ക് സെക്ഷനകത്ത് ഒന്നുകിൽ 2+1 ആയിരിക്കും, 2+2 ഇതായിരിക്കും, ആ ഒരു രീതിയിൽ ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. എന്താണ്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും, 2 മാർക്കിൻ്റെ കാണും, 3 മാർക്കിൻ്റെ ആണ്, 4 മാർക്കിൻ്റെ ആണ്, 5 മാർക്കിൻ്റെ ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1+2+2 ഈ മോഡലായിരിക്കും. 4 മാർക്കിൻ്റെത് 2+2 മോഡലായിരിക്കും, അല്ലെങ്കിൽ 1+3 മോഡലായിരിക്കും. 3 മാർക്കിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതൊക്കെ ഓരോ വേർഡ് ക്വസ്റ്റ്യൻ, ഓരോ 2 പോയിൻ്റ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. ഓക്കെ, ഇതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലൊരു മാർക്ക് ഡിവിഷൻ വരുന്നത്, ജനറൽ കാര്യം. ഇനി ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് വൈസ് നോക്കാം. അപ്പോൾ ഇതാണ് ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നെങ്കിൽ 1 മാർക്കിനാണ് വരുന്നെങ്കിലേ ഉള്ളൂ. അറിയാമല്ലോ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഏതൊക്കെ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ഉണ്ട്, എന്തൊക്കെയാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, ബേസിക് കാര്യമായിരിക്കും. നമ്മൾ ഇതിലേക്ക് അധികം സമയം കളയുന്നില്ല. അടുത്തത് ഇതാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന മെയിൻ സംഭവങ്ങൾ എന്തൊക്കെയാണ്?
ഒന്നാമത്തെ കാര്യം SI യൂണിറ്റ്സ് അത് പഠിക്കാം. നമ്മൾ ഒരു 1 മാർക്ക് പാർട്ടുണ്ട്, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ പാർട്ടിൽ 1 മാർക്ക് സെഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ പാർട്ടിൽ 1+3 ഫോർമാറ്റ് ക്വസ്റ്റ്യൻസിൽ എന്താണ് 1 മാർക്ക് സെക്ഷൻ, അല്ലെങ്കിൽ 4 മാർക്ക് സെക്ഷനിൽ 1+3 പാർട്ടിൽ, അല്ലെങ്കിൽ 5 മാർക്കിൽ 1+2+2 പാർട്ടിൽ ഒരു 1 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഈ ചാപ്റ്റർ. എന്തൊക്കെയാണ്? ഒന്ന് യൂണിറ്റ് ആണെന്ന് ചോദിക്കാം. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു 4-5 ലോസ് ഉണ്ടല്ലോ. 0 വന്നാൽ ഏതൊക്കെ 0 കൗണ്ട് ചെയ്യണം, ഡോട്ട് ഡെസിമൽ പോയിൻറ്റ് മുമ്പ് വരുന്നത് എങ്ങനെയാണ്, ശേഷം വന്നത് എങ്ങനെയാണ്, ആ റൂൾസൊക്കെ നോക്കിയിട്ട് പോവാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റൂൾസ് പോക്കട്ടോ. കാരണം ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് തന്നിട്ട് അതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എണ്ണി വെക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും, മസ്റ്റായിട്ട് വരും. അതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒന്ന് നോക്കിട്ടോ. ആകെ 4-5 റൂൾസുകൾ നോക്കിയിട്ട് പോയി കിട്ടും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറെ സംഭവമാണ് ഡയമെൻഷൻ അനാലിസിസ്. അതിന് എന്തൊക്കെയാണ് ചോദിക്കും? ഒരു ഡയമെൻഷൻ പ്രൂവ് ചെയ്യാൻ ചോദിക്കും, ഡയമെൻഷൻ എഴുതാൻ ചോദിക്കും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കും. 2 കാര്യങ്ങളേ ഉള്ളൂ നോക്കിയിട്ട് ഇപ്പോൾ. ഇപ്പോൾ ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? യൂണിറ്റ്സ്, SI യൂണിറ്റ്സ്, ബേസിക് ആയിട്ടുള്ള 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ്. പിന്നെ 1-2 റെയർ കേസ് യൂണിറ്റ്സുള്ള പേര് പഠിച്ചിട്ട് പോകാം. രണ്ടാമത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തൊക്കെയാണ്? ഒരു 4-3 നമ്പേഴ്സ് ഉണ്ട്, അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എഴുതി വെക്കാൻ ചോദിക്കും. ചുമ്മാ വായിച്ചിട്ട് പോയാൽ മതി, എണ്ണി വെച്ചാൽ മതി. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് മിസ്സാക്കരുത്. പിന്നെ ഡയമെൻഷൻ അനാലിസിസ്, അതിനകത്ത് എന്താ ഉപയോഗിക്കണം? ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് ഒരു ഇക്വേഷനെ ലെഫ്റ്റും റൈറ്റും ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചോദിക്കും? 2 ആപ്ലിക്കേഷനുള്ളൂ. ഒന്ന് ഇക്വേഷൻ്റെ കൺസിസ്റ്റൻസി പ്രൂവ് ചെയ്യാൻ ചോദിക്കുക, രണ്ടാമത്തെ ആ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുക. ഈ 2 കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം. ഓക്കെ. അടുത്തത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്റർ കാണും ആദ്യം മനസ്സിലുണ്ട് 3 ഇക്വേഷനാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് 3 ഗ്രാഫുകളുണ്ട്. എന്തൊക്കെയാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. 1, 2, 3. ഈ 3 ഗ്രാഫിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ ഗ്രാഫ് എങ്ങനെയാണ്, ഒരു ബോഡി യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്, അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷനിൽ എങ്ങനെയാണ് ഈ ഗ്രാഫ്. ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പടം നോക്കിയിട്ട് പോവാം. എന്തൊക്കെയാണ്? ഒരു ബോഡി ഫ്രീലി ഫാളിങ്ങിലോ, അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലോ, അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷനിലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കിയിട്ട് പോവാം. അതൊരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടും. പിന്നെ ഉള്ള ചാപ്റ്റർ മെയിൻ സംഭവം എന്ന് പറയുന്നത് യൂണിഫോം മോഷനും ഇതൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഇതിൻ്റെയൊക്കെ വാട്ട് ഈസ്, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതൊക്കെ ഒരു ജസ്റ്റ് 1 ലൈൻ ഒന്ന് വായിച്ചിട്ടോ. വാട്ട് ഈസ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ ഒന്ന് വായിച്ചിട്ട് പോകാം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു 3 ഇക്വേഷൻസ് V = U + AT, S = UT + ½ AT², V² - U² = 2AS. ഈ 3 ഇക്വേഷൻ ഒന്ന് ഡെറൈവ് ചെയ്ത് നോക്കുക. വേറെ സിമ്പിൾ, ഒരു ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ നിന്ന് തന്നെയാണല്ലോ നമ്മളെല്ലാം ഡെറൈവ് ചെയ്യുന്നത്. അതൊന്ന് നോക്കിയിട്ട് പോവാം. ഈ 3 ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കാൻ ആകെ ഒരു 10 മിനിറ്റ് മാക്സിമം മതി. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്ക് പഠിക്കാൻ 10 മിനിറ്റ് മതി. നോക്കിയിട്ട് പോവാം. ഈ ഒരു 3 ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് പഠിക്കുക. ഒരു 10 മിനിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു 3 മാർക്കോ 4 മാർക്കോ ഉറപ്പായിട്ടും കിട്ടും ആ ഒരു ഡെറിവേഷനിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇത് 3ൻ്റെയും കേസസ് എന്തൊക്കെയാണ്? റെസ്റ്റിൽ, ഫ്രീലി ഫാളിങ്, യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം വെലോസിറ്റി, അങ്ങനത്തെ സ്പെഷ്യൽ കേസസിൻ്റെ ഓരോ കേസിൻ്റെയും ഗ്രാഫുകളൊന്ന് നോക്കുക. 2, ഈ 3 ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ, ആ ഗ്രാഫ് പഠിച്ച ഡെറിവേഷൻ 10 ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിലും 10 മിനിറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. അത് നോക്കിയിട്ട് ഇപ്പോൾ പിന്നെ ഈ ചാപ്റ്ററിൽ വേറെ കാര്യങ്ങളില്ല. പിന്നെ ഓരോ ടേംസുകളുണ്ട്. അത് വാട്ട് ഈസ് യൂണിഫോം വെലോസിറ്റി, വാട്ട് ഈസ് നോൺ യൂണിഫോം മോഷൻ, വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഒരു 1 ലൈൻ വെച്ചോളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒന്ന് കിട്ടും. അടുത്തത് മോഷനെ പ്ലെയിൻ, മോഷനെ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 സ്കെയിലർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഡിഫറൻസ്. എന്തൊക്കെയാണ് സ്കെയിലർ, എന്തൊക്കെയാണ് വെക്റ്റേഴ്സ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്ററിനകത്ത് നോ യൂണിറ്റ്സ് ഉള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അതൊന്ന് പഠിച്ചേക്കാം. ഇപ്പോൾ സ്ട്രെയിൻ യൂണിറ്റ്സ് ഇല്ല, അപ്പോൾ അതൊക്കെ നോക്കി ഏതൊക്കെ ടേംസിലാണ് യൂണിറ്റ്സ് ഇല്ലാത്തത് എന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ. പിന്നെ സ്കെയിലർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, ഏതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നൊക്കെ നോക്കിയിട്ട് പോകാം. അതാണ് ഇത് ഈ ചാപ്റ്ററിൽ 1 മാർക്കിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ. അതിന് 2 ലോസ് ഉണ്ട്. എന്തൊക്കെയാണ് ലോസ്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും പാരലലോഗ്രാം ലോ. ഈ 2 ലോ ആണ് ഇതിൽ അടുത്ത കാര്യം. ഇതിനകത്ത് ഏതെങ്കിലും ലോ ചോദിച്ചിരിക്കും, അത് വേർഡ്സ് എഴുതി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കണം.
ഉറപ്പായിട്ടുണ്ട്, ചോദിച്ച് കിട്ടും. അത് ചിലപ്പോൾ അതിന് പ്രോബ്ലംസ് വരും. പിന്നെ ഈ ചാപ്റ്ററിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മെയിൻ സാധനം പ്രൊജക്റ്റൈൽ മോഷനാണ്. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ പറ്റുന്ന കോർ സാധനം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്. പ്രൊജക്റ്റൈൽ മോഷൻ എന്താ, വാട്ട് ഈസ് പ്രൊജക്റ്റൈൽ മോഷൻ, എന്താ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. പിന്നെ ഡെറിവേഷനായിട്ട് എന്താ ആ ഒരു മാക്സിമം ഹൈറ്റ്, മാക്സിമം ഡിസ്റ്റൻസ്, കവറേജ്, ടൈം, ഇതൊക്കെ ഈ ഒരു ഡെറിവേഷൻ ഉണ്ടല്ലോ, അതിനെ 3 ഇക്വേഷൻ, ഡെറിവേഷൻ, പ്രോബ്ലംസ് ഉറപ്പായിട്ടും എഴുതിയിട്ടാണ്. ഈ ചാപ്റ്റർ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കാതെ പോകരുത്. ഓക്കെ, എന്തൊക്കെയാണ് ചാപ്റ്റർ പഠിക്കേണ്ടത്? ഒന്ന് സ്കെയിലർ വെക്ടർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നോക്കിയിട്ട് പോകാം. രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് 2 ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. അതിൽ ഓർമ്മ 2 മാർക്കിനോ 3 മാർക്കിനോ ഒരു പഠനം ചോദിക്കാം. പിന്നെ ഈ ചാപ്റ്റർ ഒന്നും പഠിക്കാതെ പോകുന്ന സാധനമാണ് പ്രൊജക്റ്റൈൽ മോഷൻ. എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ? ആ ഗ്രാഫിലെ മൂവ്സിൻ്റെ ഹൈറ്റ്, മാക്സിമം കവറേജ്, ടൈം പിടി, 3 ഇക്വേഷനും പ്രോബ്ലംസ് ഉറപ്പായിട്ട് വരാം. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കണം. അപ്പോൾ നമ്മളിനി അടുത്ത ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്താണ് പറയുമ്പോൾ, ലോസ് ഓഫ് മോഷൻ ന്യൂട്ടൻ്റെ 3 മോഷനുകളും പഠിക്കണം. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. F=ma. അതിന് ഡെറിവേഷൻ ഉണ്ടല്ലോ, അത് ചോദിച്ചിരിക്കും 100%. അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറില്ല. സെക്കൻഡ് ലോ ഓഫ് മോഷൻ അത് ആ മൊമെൻറ്റം വെച്ച് ഡെറൈവ് ചെയ്യുന്ന സംഭവമുണ്ട്. അത് നോക്ക്, d/dt ഓഫ് mv, m/dv/dt. അത് വെലോസിറ്റി ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഈ സംഭവം ഈ ഒരു 4 ഉണ്ട്. ചുമ്മാ 1 മിനിറ്റ് വേണ്ട സംഭവമാണ്. ഇത് നോക്കിയിട്ടോ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡെറിവേഷൻ ചോദിക്കും. F=ma ഡെറിവേഷൻ ചോദിക്കും, 100% ചോദിക്കുമെന്നല്ല, ചോദിച്ചിരിക്കും. ആ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചിട്ട് പോകും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വേണ്ടത് മൊമെൻറ്റം. സെക്കൻഡ് ലോ ഓഫ് മൊമെൻറ്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റ് ഉണ്ടല്ലോ, അത് പഠിച്ചിട്ട് പോകണം. അത് രണ്ടാമത്തെ പറ. ഒരു സംഭവം സെക്കൻഡ് ലോ ഓഫ് മോഷൻ, 3 ലോ ഓഫ് മോഷൻ ഉണ്ട്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒരു പ്രത്യേക, ഫസ്റ്റ് ലോ തേർഡ് ലോ എന്തായാലും അറിയായിരിക്കുമല്ലോ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡെറിവേഷൻ നോക്കിയിട്ട് പോകണം. അത് കഴിഞ്ഞ വർഷത്തെ എക്സാമിനുണ്ടായിരുന്നു, ഈ വർഷം ചോദിക്കും. പിന്നെ ചോദിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിന് വേറെ ചാപ്റ്റർ വരുന്നുണ്ട്, ലീനിയർ മൊമെൻറ്റത്തിന് ലോ എന്ന് പഠിച്ച് വെക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് കുറേ വേർഡ്സുകളാണ്. അതെന്താണ്? വാട്ട് ഈസ്, ഒരു മാർക്ക് വാട്ട് ഈസ് കൺകറൻറ്റ് ഫോഴ്സസ്, വാട്ട് ഈസ് സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റാറ്റിക് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിഫറൻസ് എന്താണ്? പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സംഭവമുണ്ട്. അതൊന്ന് നോക്കിയിട്ട് 1 മാർക്ക് വിളിച്ചു. അപ്പോൾ വായിച്ച് വിട്ടാൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കാൻ ലാസ്റ്റ് മിനിറ്റ് പഠിക്കേണ്ടത് വാട്ട് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, വാട്ട് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ, അത് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ 2 കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് രണ്ടാമത്തെ കാര്യമാണ് ഈ ബാങ്ക്ഡ് റോഡ് ഉണ്ടല്ലോ. ബാങ്ക്ഡ് റോഡിലൊരു കാർ ഇരിക്കുമ്പോൾ കാറിൻ്റെ ആ ഒരു സംഭവം ബാങ്കിങ് ഓഫ് റോഡ് ആ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഒന്ന് നോക്കിയിട്ട് പോവാം, യൂസ് ചെയ്യാം. യൂണിഫോം സർക്കുലർ മോഷൻ ഈ 2 കാര്യം നോക്കണം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്ന 2 കാര്യങ്ങളാണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ. രണ്ടാമത് ഇത് ബാങ്കിങ് ഓഫ് റോഡ്. ആ ഒരു ചെറിയൊരു സിമ്പിൾ ഇക്വേഷനാണ്. ഒരു 10 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 10 മിനിറ്റ് ഒട്ടും പഠിക്കാതെ അല്ലെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് ആ ഒരു മോളോട് താഴേക്ക് വെയിറ്റ് mg വരുമ്പോൾ ഓപ്പോസിറ്റ് എന്താണ് ആക്ട് ചെയ്യുന്നത്, ആ ഒരു സംഭവം കിട്ടിയാൽ തന്നെ എന്താണ് അവിടെ ഏത് ഫാക്ടറാണ് യൂണിഫോം സർക്കുലർ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് ഫ്രിക്ഷനാണോ അല്ലെങ്കിൽ എന്താണ്, ആ ഒരു കാര്യം അറിഞ്ഞാൽ ആ സംഭവം ക്രാക്കാവും. വേറെ ചാപ്റ്റർ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, തലവേദന എടുക്കാൻ തോന്നും, ഒന്നും പഠിക്കേണ്ട. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡെറിവേഷൻ, പിന്നെ യൂണിഫോം സർക്കുലർ മോഷൻ്റെ ആ ബാങ്കിങ് ഓഫ് റോഡ് ഇക്വേഷൻ. ബാക്കിയൊക്കെ ഇക്വേഷൻസ് വന്നാൽ പഠിച്ചേ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, വാട്ട് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് മാത്രം അറിഞ്ഞു പോകുക. ഈ 2 കാര്യം ഒന്ന് പഠിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. അടുത്ത സാധനമാണ് വർക്ക് എനർജി പവർ. ഇപ്പോൾ എന്താണ് വാട്ട് ഈസ് വർക്ക്, വാട്ട് ഈസ് എനർജി, ഒരു മാർക്ക് ചോദിക്കാം അതിൻ്റെ യൂണിറ്റ് വെച്ച്. റൈറ്റ് ദ യൂണിറ്റ്, വാട്ട് ഈസ് ഇത്, വാട്ട് ഇൻ ദ യൂണിറ്റ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രോബബിൾ ഏരിയയാണ്. പിന്നെ അറിഞ്ഞിരിക്കുന്ന സാധനമാണ് വർക്ക് എനർജി തിയറം. അതിൻ്റെ പ്രൂഫ് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ ചോദിക്കും. അത് ചെയ്യുന്നൊരു പൊട്ടൻഷ്യൽ ഏരിയയാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു സംഭവം ഉണ്ടല്ലോ, ഫ്രീലി ഫാളിങ് ബോഡി. ആ മറ്റേ ഗ്രാഫൊക്കെ വെച്ച് നമ്മൾ പഠിക്കത്തില്ല, ഇങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് പഠിക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് സ്പ്രിങ്, മറ്റേ മീൻ പൊസിഷനിൽ നിന്നുള്ള
ഇങ്ങനെ ഇരിക്കുമ്പം ഈ എക്സിൽ നിന്ന് ഇപ്പം ഇവിടെ നിന്ന് വലിച്ചു പിടിക്കുമ്പോൾ എക്സ്ട്രീം പൊസിഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എവിടെ ആയിരിക്കും? പൊസിഷൻ കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി കാരണം വരുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്, സ്ട്രെയിൻ കാരണം കൈനറ്റിക് എനർജിയാണ്. ആ ഗ്രാഫ്, ആ വ്യത്യാസം, അതാണ് എൻ്റെ ഫസ്റ്റ് പ്രോബിൾ ഏരിയ. രണ്ടാമത്തെ കാര്യം ഇത് വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, ആ ചേഞ്ച് അത് വൺ ലൈനറാണ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഈ രണ്ട് കാര്യം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് കൊളിഷൻ, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻസ്. അതിൻ്റെ ഒരു വൺ ഡെറിവേഷൻ ഉണ്ട്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രോബബിൾ ഏരിയ. എന്തൊക്കെയാണ്? ഒന്നാമത് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി ആ ഒരു അത് അനോലോഗസ് ആണ്, ആ കാര്യം നോക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യം പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയുടെ സംഭവം ഉണ്ടല്ലോ, ഫ്രീലി ഫാളിംഗ് ബോഡിന് സ്പ്രിങ്ങിൻ്റെ അത് മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്ക് വരുമ്പോൾ ഉള്ളത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിക്ക് എവിടേക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഗ്രാഫ്. അതൊരു 5 മിനിറ്റ് മതി പഠിക്കാൻ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ പഠിക്കാൻ രണ്ടാമത്തെ മെയിൻ ഏരിയ ഇലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് കൊളിഷൻസ് എന്തൊക്കെ തരമുണ്ട്, അവിടെ എന്തൊക്കെ ലീനിയർ മൊമെൻറ്റ് കൺസേർവ്ഡ് ആണോ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണോ എന്ന് നോക്കിയിരിക്കുക. അതാണ് അവിടുത്തെ ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഇൻ വൺ ഡൈമെൻഷനിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഡെറിവേഷൻ ഉണ്ട്. ഒരു പടമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ വന്ന് ഇടിക്കുന്നു, പിന്നെ അത് ഒരു കണക്ക് പോവുകയാണെങ്കിൽ അത് ഇലാസ്റ്റിക് കൊളിഷനാണ്. ഇൻലാസ്റ്റിക് നമ്മൾ പഠിച്ചാണ്, നമ്മൾ ക്ലാസ്സിൽ എടുത്ത സാധനമാണ്. സിമ്പിൾ കാര്യമാണ്, ചുമ്മാ വായിച്ചിട്ട് പോകുക. ആ ഡയഗ്രം വരയ്ക്കുന്നത് നോക്കുക, ആ ഇക്വേഷൻ എഴുതിയേക്കുന്നതെന്ന് വായിക്കുക. ഭയങ്കര സിമ്പിളാണ്. ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും സംഭവം എഴുതിയിട്ട് അത് സോൾവ് ചെയ്ത് മാത്രം വെച്ചാൽ മതി. സിമ്പിളാണേ. അടുത്തത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കടുപ്പമുള്ളതും ഏറ്റവും വെയിറ്റേജ് കൂടുതൽ പോർഷനാണ്. എന്നാൽ കുറച്ച് കടുപ്പമുള്ളതും നല്ല രീതിയിൽ കുറച്ച് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ചിലർക്ക് തോന്നുന്ന ഒരു ചാപ്റ്ററാണിത്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് എങ്ങനെ മാർക്ക് നേടാൻ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഒന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പുതിയ വേർഡ്സ് ഉണ്ട്. അതെന്താണ്? വാട്ട് ഈസ് സെൻറ്റർ ഓഫ് മാസ്, ഇതെന്തൊക്കെയാണ് പഠിക്കുക. മൊമെൻറ്റം കൺസർവേഷൻ എന്താണ്, പിന്നെ ടോർക്ക് എന്താണ്. ടോർക്കാണ് മെയിൻ സംഭവം. ടോർക്ക് ആദ്യം പഠിക്കുക ഈ ചാപ്റ്ററിൽ. പിന്നെ ആംഗുലർ മൊമെൻറ്റം, ടോ ഈസിക്കൽ ടു R/F എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ലെങ്കിൽ ടോർക്ക്, വാട്ട് ഈസ് ടോർക്ക് എന്താണെന്നും ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. 3 സ്റ്റെപ്പേ ഉള്ളൂ. 3 സ്റ്റെപ്പുകളിൽ ഡെറിവേഷൻ ഒന്ന് പഠിക്കുക. 3 സ്റ്റെപ്പേ ഉള്ളൂ. ടോർക്ക് എന്താണ്, ടോർക്ക് യൂണിറ്റ് എന്താണ്, ആ ആംഗുലർ മൊമെൻറ്റ് റിലേഷൻ എന്താണ്, അതാണ് ഈ ചാപ്റ്ററിൽ. ഒന്നും പഠിച്ചില്ലെങ്കിൽ അത് പഠിച്ചിട്ട് വേണം. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഈ 2 കാര്യം ഈ ചാപ്റ്റർ പലരും സ്കിപ്പ് ചെയ്യുന്നതാണ്. ഈ ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉണ്ട്, 6-7 മാർക്ക് വരെ വരും. ഒന്നും പഠിച്ചില്ലെങ്കിൽ ടോർക്ക് ചോദിച്ചു, വാട്ട് ഈസ് ടോർക്ക്, ആംഗുലർ മൊമെൻറ്റത്തിലുള്ള റിലേഷൻ. ടോർക്ക് ആംഗുലർ മൊമെൻറ്റ് തമ്മിലുള്ള റിലേഷൻ ഒന്ന് പഠിക്കുക. ടോയ് ചെറിയ ഒരു 3-4 സ്റ്റെപ്പേ ഉള്ളൂ. അതൊരു ഡിക്വേഷൻ പഠിച്ചു വെക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് ഒന്ന് പഠിച്ചിരിക്കുക. സിമ്പിളാണ്, ഭയങ്കര പെട്ടെന്ന് പഠിച്ചാൽ കിട്ടും. ബാക്കിയുള്ള വേർഡ്സിൽ പഠിച്ചില്ലെങ്കിലും പഠിച്ചില്ല നമ്മൾ എന്താ ഓരോ വേർഡ്സുകളുണ്ട്. സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് മാസ്, ഇക്വിലിബ്രിയം, ഇതൊക്കെ എന്താണെന്ന് വാട്ട് ഈസ് ദാറ്റ് എന്നുള്ള രീതിയിൽ 1 ലൈൻ 2 ലൈൻ പഠിച്ചിട്ട് പോകുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ 2 കാര്യം പഠിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ ചാപ്റ്ററിൽ ആ രണ്ട് കാര്യം ടോർക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് വെച്ചിട്ട് ബാക്കി കുറേ ടേംസുകളുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാം. 1 മാർക്ക് 2 മാർക്ക് ചോദിക്കാം. അല്ല ലീനിയർ റൊട്ടേഷനുള്ള ഡിഫറൻസ് അത് 2 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുക. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് വായിച്ചിട്ട് പോവാം. 1 വേർഡ് റേഡിയസ് ഗൈറേഷൻ എന്താ, അങ്ങനത്തെ കാര്യമുള്ള വാട്ട് ഈസ് ദിസ് എന്നുള്ള രീതിയിൽ 1 മാർക്ക് 2 മാർക്ക് യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റോട് പഠിച്ചിട്ട് പോവാം. വേറെ ഡിമാൻഡ് മറ്റേ 2 ഡിമാൻഡ് കൂടി ടോർക്കിനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റിനാണ് കൂടുതൽ ഡിമാൻഡ്. അടുത്ത ഗ്രാവിറ്റേഷനിലേക്ക് വരുമ്പോൾ ഗ്രാവിറ്റേഷൻ നല്ല വെയിറ്റുള്ള ചാപ്റ്ററാണ്. ഒന്നാമത് പഠിക്കേണ്ടത് കെപ്ലർ ലോ ഓഫ് പ്ലാനറ്റ്. 3 ലോ ഉണ്ട്. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് മറ്റേ എലിപ്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ, മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസ്, പിന്നെ ലോ ഓഫ് ടൈം പീരീഡ് T² = A³ എന്ന് പറഞ്ഞ രീതിയിൽ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് = സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബ്. ആ ഒരു 3 ലോ മസ്റ്റാണ്. ഫസ്റ്റ് പ്രോബ്ലം 3. പിന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്, F = G × m1m2/r². ഇത് വേർഡ്സ് എഴുതി പഠിക്കാനും ഇക്വേഷൻ എഴുതാനും പഠിക്കാനുള്ള നോക്കിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഈ 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. പിന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതെന്താണെന്ന് പറഞ്ഞിരിക്കുക. അത് ഡെപ്ത് അനുസരിച്ച് എങ്ങനെ മാറുന്നു. ഇപ്പം ഇക്വേറ്ററിലാണോ പോൾസിലാണോ കൂടുതൽ, ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ പോൾസ്, അത് എന്തുകൊണ്ടാണ് ചേഞ്ച് ആവുന്നത്, ആ ഒന്ന് നോക്കി വെച്ചാൽ ഭയങ്കര ഒരു 2 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻ അത്. പിന്നെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈ സമയം.
പിന്നെ ഈ ചാപ്റ്റർ ഓർത്തിക്കുന്ന ഏറ്റവും important സംഭവമാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി അത് എർത്തിലും മൂണിലും എത്രയാണെന്ന് നോക്കുക, ഇതിൻ്റെ 1/6 ആണോ എന്ന് നോക്കുക. എസ്കേപ്പ് വെലോസിറ്റി ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നോക്കുക. ആണ് ഈ ചാപ്റ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോർ ഏരിയ. എന്തൊക്കെയാണ് കെപ്ലർ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. 3 ലോ ഉണ്ട്. 3 ലോയുടെ ഹെഡിങ്, ആ 3 ലോ എന്താണ് 1 ലൈൻ വെച്ചുള്ള പഠിക്കുക, അത് ചോദിക്കും. 5 മാർക്ക് ക്വസ്റ്റ്യൻ. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ടൈം പീരിയഡ്, 3 ലോയേ ഉള്ളൂ. 3 ലോയും അതെന്താണെന്ന് പഠിക്കുക. രണ്ടാമത്തെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, F=G1 m2 എന്ന് പറഞ്ഞാൽ 2 മാസുകളുടെ മാസിൻ്റെ പ്രൊഡക്റ്റും നമ്മൾ ഡിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നോക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് എസ്കേപ്പ് വെലോസിറ്റി. ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ഡെറിവേഷൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എർത്തിൻ്റെ വാല്യൂ എത്ര ആണെന്നും അത് ഡെറിവേഷൻ ചെയ്യുന്ന ഒരു ചെറിയ ഡെറിവേഷനുള്ള ഒരു 6 സ്റ്റെപ്പേ ഉള്ളൂ, നോക്കിയിട്ട് പോവാം. പിന്നെ വേർഡ്സിലാണ് പൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷൻ, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്, അങ്ങനത്തെ വേർഡ്സ്. പിന്നെ ആക്സഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ പോൾസിലാണോ ഇക്വേറ്ററിലാണോ എന്ന രീതിയിൽ ആ വേരിയേഷൻ ഒന്ന് നോക്കിയിരിക്കുക. അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ്. എൻട്രൻസിലേക്ക് വരുമ്പം കൂടുതൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിലേക്ക് മെയിനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനം സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ആ ഗ്രാഫ് ഉണ്ടല്ലോ, സ്ട്രെസ് സ്ട്രെയിന് ഇങ്ങനെ വളഞ്ഞ് വന്നൊരു ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ലിമിറ്റ് എന്തൊക്കെയാണ്, ഇവിടെ എന്താണ്, ഇലാസ്റ്റിക് ലിമിറ്റ് എവിടെയാണ്, ഫസ്റ്റ് ലിമിറ്റ്, ആ റീജിയൻസൊക്കെ നോക്കുക. രണ്ടാമത് ഹൂക്സ് ലോ. ഹൂക്സ് ലോയ്ക്ക് ഒരു കീവേഡ് ഉണ്ടെന്നാണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ വേർഡ് മറക്കാതിരിക്കുക, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ വേർഡ് എന്നിട്ട് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ആ വേർഡ് നോക്കിയിരിക്കുക. പിന്നെ എന്താ ഉള്ളത്, ഇലാസ്റ്റോമസ്. ഇതാണ് ഹൂക്സ് ലോ ഉപയോഗിക്കാത്ത കുറച്ച് സാധനം. വാട്ട് ഈസ് ഇലാസ്റ്റോമസ്, അത് നോക്കിയാണ് കേട്ടോ. ഇലാസ്റ്റോമസ് ഹൂക്സ് ലോ ഫോളോ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് ഇലാസ്റ്റോമസ്. പിന്നെ 3 സാധനം, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, അതിൻ്റെ ഡിഫറൻസ്, പോയിസൺസ് റേഷ്യോ. ഇതിനകത്ത് എല്ലാം പഠിക്കണം, സിമ്പിൾ ചാപ്റ്ററാണ്. എന്തൊക്കെയാണ് ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ്റെ ഗ്രാഫ്, ഓരോ റീജിയൻസ് എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വാട്ട് ഈസ് ഹൂക്സ് ലോ എന്താണ്, പിന്നെ ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത ഇലാസ്റ്റോമസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് അയോട്ടോ, നമ്മളെ ബോഡിയിൽ അയോട്ടോ ഒക്കെ എക്സാമ്പിളായിട്ട് വരും, അത് നോക്കി വെച്ചുക. പിന്നെ 3 യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, അത് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, സിമ്പിൾ കാര്യമാണ് നോക്കിയിട്ട്. 3 ഡെഫിനേഷൻ പഠിച്ചിട്ട് പോകുക. ജി അതിനെ ഡിനോട്ട് ചെയ്യുന്ന സംഭവം ജി എന്താണ്, പിന്നെ പോയിസൺസ് റേഷ്യോ എന്താണ്, ഇലാസ്റ്റിക്, അങ്ങനത്തെ എല്ലാം വേണം പെട്ടെന്ന് കവർ ചെയ്യാം. ഒരു 10-15-20 മിനിറ്റ് തന്നെ ചാപ്റ്റർ ഫുള്ള് പഠിക്കാണ്ട് സിമ്പിൾ ചാപ്റ്ററാണ്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇത്തിരി വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസുള്ള ഏരിയസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പാസ്കൽ ലോ പഠിക്കണം. പാസ്കൽ ലോ ഡെറിവേറ്റ് ചെയ്യാനും കാരണം എന്താ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ച് എന്താണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിയ രീതിയിൽ കാറൊക്കെ പൊക്കുന്ന രീതിയിൽ നമ്മളൊരു സംഭവം പഠിച്ചിട്ടില്ലേ, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ F2 പൊക്കാൻ പറ്റും. ആ ഒരു F1/A = F2/8, ആ ഡെറിവേഷൻ നോക്കിയിട്ട് പോവാം. പാസ്കൽ ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, അങ്ങനത്തെ കാര്യം, ഹൈഡ്രോളിക് പമ്പ്, ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എഫക്റ്റ് ഓഫ് വിസ്കോസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ബെർണോളിസ് തിയറമാണ്. ബെർണോളിസ് തിയർ എന്താ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് P + ½ ρg + ½ ρv² എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ആ ഒരു സംഭവം. ബെർണോളിസ് തിയർ എന്താണ്, ആ ഡെറിവേഷൻ ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്യാപ്പിലറി റേസ് പഠിക്കണം. പിന്നെ ബബിളും ഡ്രോപ്പും പഠിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിൽ ഇക്വേഷനിലും പഠിച്ചു വെക്കാം. മറ്റേ 2s/r ആണോ അതോ 4s/r ആണോ, ആ സംഭവം 4s/r ആണോ r² ആണോ, ആ സംഭവം നോക്കിയിട്ട് പോവാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കേണ്ടത്. വലിയ ചാപ്റ്ററാണ്, നല്ല കവർ ചെയ്യാൻ പാടാണെങ്കിൽ പിക്ക് ചെയ്ത് പഠിക്കുക. ടൈം കുറവാണെങ്കിൽ പിക്ക് ചെയ്ത് പഠിക്കുക. എന്തൊക്കെയാണ് ആദ്യം പാസ്കൽ ലോ പഠിക്കുക, വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പാസ്കൽ ലോ പഠിക്കുക. പാസ്കൽ ലോയുടെ ഡയഗ്രാം, പാസ്കൽ ലോയുടെ ഇക്വേഷൻ, F1/A1 = F2/A2, ആ സംഭവം പഠിച്ച് നോക്കുക. രണ്ടാമത് പഠിക്കേണ്ടത് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൻ്റെ ആ ഒരു വേർഡ് ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണോ അത് ഒന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എന്താണ് നോക്കുക, അത് പഠിക്കുക. പിന്നെ ചേർത്ത് പഠിക്കേണ്ടത് ഡ്രോപ്പും ബബിളും തമ്മിലുള്ള, ബബിളും ഡ്രോപ്പും തമ്മിൽ എന്തൊക്കെ ആംഗിൾ ഓഫ് കോണ്ടാണ്, അതിൻ്റെ ഇക്വേഷൻ, അത് 4s/r ആണോ 2s/r ആണോ നോക്കുക, ഒന്ന് ചെക്ക് വെരിഫൈ ചെയ്യുക. ബബിളും ഡ്രോപ്പും ഒന്ന് പഠിക്കുക. പിന്നെ ഈ ചേർത്ത് പഠിച്ചിരിക്കേണ്ടത് സർഫസ് ടെൻഷനാണ് ഈ ബബിളും ഡ്രോപ്പും വരുന്നത്, സർഫസ് ടെൻഷനും ബബിൾ ഡ്രോപ്പും. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ക്യാപിലറീസ്, വേറെ കുറേ ഇതുണ്ട്, അതെല്ലാം നോക്കണം.
ഓക്കെ, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ സമപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് ഒന്ന് സമപ്പ് ചെയ്യാം. ഒന്നാമത് പാസ്കൽസ് ലോ പഠിക്കണം, വലിയ ചാപ്റ്ററാണ്. രണ്ടാമത് ബെർണോളിസ് തിയറം. മൂന്നാമത് പഠിക്കേണ്ടത് സർഫസ് ടെൻഷൻ, ബബിളും ഡ്രോപ്പും. നാലാമത് പഠിക്കേണ്ടത് ഡിഫറൻസ്, സ്ട്രീം ലൈനും ടർബുലൻറ്റ്. ഈ 4 കാര്യം മാത്രം ചാപ്റ്റർ പഠിച്ചാൽ മതി. 80-90% ക്വസ്റ്റ്യൻസ് ഈ 4 ടോപ്പിക്കിൽ നിന്ന് എഴുതും. എന്തൊക്കെയാണ്? പാസ്കലിലോ പഠിച്ചേ എടുത്തുള്ളൂ, ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കാണും. പാസ്കലിൻ്റെ ഇക്വേഷൻ, ഫോട്ടോ ഡയഗ്രാം. രണ്ടാമത് ബെർണോളിസ് തിയറി എന്താണ്, ഇക്വേഷൻ എഴുതി പഠിക്കുക. മൂന്നാമത് സർഫസ് ടെൻഷൻ, ബബിളും ഡ്രോപ്പും തമ്മിലുള്ള വ്യത്യാസം. നാലാമത് സ്ട്രീം ലൈൻ ടർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിലേക്ക് വരുമ്പോൾ അത് എന്താണുള്ളത്, അതിന് താഴെ ഏത് ഫ്ലോ എന്ന് അറിയപ്പെടും. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ വേർഡ്സ് ഉണ്ട്, വേറെ കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്റ്റോക്സ് വരുന്നുണ്ട്. F=6π എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, അത് നോക്കുക. സ്റ്റോക്സിലോ ഉണ്ട്. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക സർഫസ് ടെൻഷനുള്ള. ബാക്കി ഈ 4 മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ബാക്കി എന്തൊക്കെയാണെന്ന് വാട്ട് ഈസ് വേർഡ് മീനിങ് ഒന്ന് നോക്കിയിട്ട് പോകാം, വേർഡ് എന്ന ഡെഫിനിഷൻ നോക്കിയിട്ട് പോകാം. അടുത്തത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഈ CP/CVയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ആദ്യം പഠിക്കുക. CP/CVയുടെ ഇക്വേഷൻ ഉണ്ട്, അത് 2 ലൈൻ 3 ലൈനുള്ള ആ ഇക്വേഷൻ പഠിക്കുക. രണ്ടാമത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, അത് എന്ത് ചേഞ്ച് ആവാതാണ് ചെയ്യുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട 3 സാധനം, കണ്ടക്ഷൻ, റേഡിയേഷൻ. ഈ ചാപ്റ്ററിൽ ഒന്നും പഠിച്ചില്ല, വേറെ ഒന്നും പഠിച്ചില്ല, ഈ ഒരു കാര്യം പഠിക്കാതെ പോരുത്. ഏതാണ്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അത് 4 ഡിഗ്രി സെൽഷ്യസിൽ ഒരു പ്രത്യേകത ഉണ്ട് വെള്ളത്തിന്, അത് നോക്കിയിട്ട് പോവാം. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ പഠിക്കുക. ഈ ചാപ്റ്റർ വേറെ ഒന്നും പഠിച്ചില്ല, ആ സാധനം പഠിക്കാതെ പോയത്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, 4 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം ഡെൻസിറ്റി എന്തോ ഓർമ്മ മാക്സിമം ആവും, എന്താണെന്ന് നോക്കിയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് താഴെയുള്ള അത് നോക്കിയിട്ട് പോകും. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ നോക്കിയിട്ട് പോകണം, മസ്റ്റായിട്ട് ചോദിക്കും. ബാക്കിയൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണ്, സ്റ്റീഫൻ ലോ എന്താണ്, പിന്നെന്താ ലേറ്റൻറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, സ്പെസിഫിക് കപ്പാസിറ്റി എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അറിഞ്ഞിരിക്കണം ഒരേ ഒരു സാധനം, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ 4 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് വാട്ടറിൻ്റെ പ്രത്യേകത, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരു 2 ലൈനേ ഉള്ളൂ, 2 ലൈനേ ഉള്ളൂ, അതൊന്ന് പഠിച്ച് വെക്കുക. അതിൽ നിന്നൊരു 3 മാർക്കും കിട്ടും. പിന്നെ അറിഞ്ഞിരിക്കണം CP/CV വാല്യൂടെ ഒരു ഇക്വേഷൻ 2 ലൈനേ ഉള്ളൂ, 5/3 ആണ്, 5/2 ആണെന്ന് ഇത് നോക്കുക. പിന്നെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്താ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ആദ്യം 3 ലോ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക്, ഐസോതെർമൽ, പിന്നെ കാർനോട്ട് എഞ്ചിൻ, അങ്ങനെ സംഭവങ്ങളുണ്ട്. ഈ 2 കാര്യം ആദ്യം എന്താ പഠിക്കേണ്ടത്, 3 ലോ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ആ സാധനം എന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ ഇക്വേഷൻ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ അത് എഴുതാൻ ചോദിക്കാം. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അഡയബാറ്റിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്സിൻ്റെ രീതിയിൽ പ്രോബ്ലംസും വരാം. എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാം, എന്താണ് ഐസോതെർമൽ, എന്താണ് അഡയബാറ്റിക് പ്രോസസ്സ്, എന്താണ് സംഭവങ്ങളൊന്ന് ചേഞ്ച് അറിയിക്കുക. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ്. ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, വേറെ എല്ലാം പിന്നെ പഠിച്ചാൽ മതി. ഈ 2 കാര്യം കവർ ചെയ്തിട്ട് ഈ ചാപ്റ്റർ വേറെ എന്തും തുടങ്ങും. അടുത്ത കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത് കൈനറ്റിക് തിയറി എന്താണ്, പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. നമ്മൾ അസംഷൻസ് ഉണ്ട്, അത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, അത് മോളിക്യൂൾസ് എല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്നും, പിന്നെ ഇത് തമ്മിൽ കൊളിഷൻസ് ഇലാസ്റ്റിക് കൊളിഷൻസ് ആണെങ്കിലും, പിന്നെ എല്ലാം ഈക്വൽ സൈസ് ആണെന്നും, അങ്ങനെ അതിൽ കുറച്ച് 4-5 അസംഷൻസ് ഉള്ളു. അത് അറിഞ്ഞിരിക്കണം, അത് എഴുതി വെക്കാനും പഠിച്ചിരിക്കണം. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചു, ഇതൊക്കെ 1 ലൈൻ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. RMS സ്പീഡ്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, പിന്നെ മീൻ ഫ്രീ പാത്ത്, അവഗാഡ്രോ നമ്പർ. ഈ ചില പ്രോബ്ലംസ് കുറച്ച് വരുത്തുള്ളൂ. കൂടുതൽ അറിഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ്, പോസിറ്റീവ്സ് ഓഫ് കൈനറ്റിക് എനർജി, കൈനറ്റിക് തിയറിയുടെ പോസിറ്റീവ്സ് അറിഞ്ഞിരിക്കുക. ലോസ് ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, RMS വാല്യൂ, മീൻ ഫ്രീ പാത്ത്. എന്താണ് മീൻ ഫ്രീ പാത്ത്? 2 കൊളിഷൻസ് ഇടയിൽ 2 മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് മീൻ ഫ്രീ പാത്ത്. എന്താണ് RMS വാല്യൂ, എന്തൊക്കെയാണ് 2 മാർക്ക് ചോദിക്കുന്ന ഡെഫിനിഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ കൂടുതലും. അടുത്ത ഓസിലേഷനിലേക്ക് വരുമ്പം ആദ്യം പഠിക്കേണ്ട കുറച്ച് ടേംസുകളാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ഫ്രീക്വൻസി, എന്തൊക്കെയാണ് സംഭവങ്ങൾ. ഇതോട് ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ബീറ്റ്, എന്താണ് ഓസിലേഷൻ, എന്താണ് ഫ്രീക്വൻസി, എന്താണ് ടൈം പീരിയഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്തൊക്കെയാണ്. പിന്നെ മെയിൻ സാധനമാണ് SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ.
അത് ഒന്നാമത്തെ കാര്യം. ഒന്നാമത് ജസ്റ്റ് വേർഡ്സിൻ്റെ ഡെഫിനേഷൻ എന്താണ് വാട്ട് ഈസ് പീരീഡ്, വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് എന്താണെന്നുള്ള രീതിയിൽ അറിയാം. അത് ജസ്റ്റ് അറിയാമായിരിക്കുമല്ലോ. മെയിൻ ഫോക്കസ് ചെയ്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നും അതിൻ്റെ ഇക്വേഷനാണ്. രണ്ടാമെന്ന് പറഞ്ഞിരിക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ സംഭവം പഠിക്കണം. സിമ്പിൾ പെൻഡുലം സ്പ്രിങ്ങും ഇതിൻ്റെ ടൈം പീരീഡ് മറ്റേ F=KS സ്പ്രിങ്ങിലേക്ക് വരുമ്പോൾ അത് T=2π√L/g ആ സംഭവം ഉണ്ടല്ലോ, ആ ഇക്വേഷൻ പഠിക്കുക. ഈ രണ്ട് കാര്യം പഠിക്കുക. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് അതിൻ്റെ ഇക്വേഷനും, രണ്ടാമത് സിമ്പിൾ പെൻഡുലം സ്പ്രിങ്ങും അതിൻ്റെ ടൈം പീരീഡും കാര്യങ്ങളൊക്കെ നോക്കുക. സിമ്പിൾ ഡെറിവേഷനാണ് ആ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വേണ്ടത്. അടുത്ത വേവ്സിലേക്ക് വരുമ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ലോൻ്റെ ഡിഫറൻസ്. ഫസ്റ്റ് സാധനം ഡിഫറൻസ്. അതിനകത്ത് ഏതാണ് സൗണ്ട് വേവ്, ഏതാണ് ലൈറ്റ് വേവ്. ഇത് ലൈറ്റ് വേവ്, ഇത് സൗണ്ട് വേവ്. ആ ഡിഫറൻസ് ഇവിടെ മറ്റേ ഇത് ഇങ്ങനെ പോകും. ഇത് കംപ്രഷൻ റിഫ്രാക്ഷൻ ഉണ്ടായിരിക്കും. ആ സംഭവം അറിഞ്ഞിരിക്കുക, ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഇതാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത്. ട്രാൻസ്വേവ് ഡിഫറൻസ് പഠിക്കണം. പിന്നെ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് പഠിക്കണം. ബീറ്റ്സ് എന്താ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതൊക്കെ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് എന്താ, സ്റ്റാൻഡിംഗ് വേവ് എന്താ, ഓർഗൻ വേവ് എന്താ രീതി അറിഞ്ഞാൽ മതി. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. കൂടുതൽ ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് കവർ ചെയ്യാം. ഏറ്റവും മസ്റ്റ് പഠിക്കേണ്ടത് ഈ രണ്ട് കാര്യം, ഇതിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ചാപ്റ്ററെല്ലാം പറഞ്ഞു, വെയിറ്റേജ് പറഞ്ഞു, എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഫിസിക്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഡെറിവേഷൻ ഒന്ന് എഴുതി പഠിക്കുക. ഡെറിവേഷൻസും ഡയഗ്രാം ഒന്ന് എഴുതിയും വായിച്ചും പഠിക്കുക. രണ്ടാമത് കൺസെപ്റ്റ്സ്, അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതൊരു വൺ ലൈനിൽ എഴുതാൻ പറ്റണം. വാട്ട് ഈസ് ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് സ്പീഡ്, ഇപ്പോൾ എല്ലാം ഒരു വൺ ലൈനർ എഴുതാൻ. ആ കൺസെപ്റ്റ് അറിഞ്ഞിട്ട് എല്ലാ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു വേർഡ് മീനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി, അപ്പോൾ ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷൻ പുൾ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഓഫ് എ മാസ് ബോഡി എന്നൊന്ന് ഒരു വൺ ലൈനർ ആ കൺസെപ്റ്റ് എഴുതാൻ പറ്റണം. പിന്നെ പ്രീവിയസ് ഇയർ പേപ്പർ എഴുതുക, ഗ്രൂപ്പ് സ്റ്റഡിയായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഫിസിക്സിലേക്ക് വരുമ്പോൾ ഡെറിവേഷനും ഡയഗ്രാമും എഴുതിയും വരച്ചും പഠിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ഡയഗ്രാംസ് വരും, വെലോസിറ്റി ആൻഡ് ഗ്രാഫ്, ആ ഒരു ചാപ്റ്ററിൽ സംഭവങ്ങൾ വരും. പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ സംഭവങ്ങൾ വരും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ഉണ്ട്. പിന്നെ പാസ്കൽ ലോ ഡയഗ്രാം വരും. അങ്ങനത്തെ കുറച്ച് ഡയഗ്രാംസ് ഉണ്ട്. ഡെറിവേഷൻസ് ഒക്കെ എഴുതി പഠിക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററിലും പറഞ്ഞായിരുന്നു ഏത് ഡയഗ്രാം പഠിക്കണം, ഏതൊക്കെ ഡെറിവേഷൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എഴുതിയും വരച്ച് പഠിക്കുക. പിന്നെ ക്യൂറി ക്വസ്റ്റ്യൻസ് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ ഉണ്ട്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്. അപ്പോൾ ഇതിൽ തന്നെ 1 മാർക്കിൻ്റെ 1+2+2 ഈ ഫോർമാറ്റിലാണ് വരിക. ഇതിൽ 1+3 ഫോർമാറ്റിലും വരും, 2+2 ഫോർമാറ്റിലും വരും. അപ്പോൾ ആദ്യം ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വൺ ലൈനർ എഴുതാൻ ശ്രമിക്കുക. ചില സമയത്ത് ചാടി വീരാതിരിക്കുക. ക്വസ്റ്റ്യൻസ് ആദ്യം കാണുമ്പം തന്നെ നോക്കുക. ചിലപ്പം ആംപ്ലിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് വായിക്കാം. ചെറിയൊരു ടെസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ വെച്ചേക്കും. എവിടെയെങ്കിലുമൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ ടെസ്റ്റ് കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഫുൾ മാർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് ഇട്ടേക്കാം. ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം, നന്നായി റീഡ് കെയർഫുൾ, നന്നായി ശ്രദ്ധിച്ച് വായിക്കുക. ഏറ്റവും ലാസ്റ്റ് വേർഡ് ഒരു ക്ഷമയോടെ വായിക്കാനുള്ള മനസ്സ് കാണിക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, 4 മാർക്കിൻ്റെ ചെയ്യുക, ഒരു അല്ലെങ്കിൽ മിക്സ്ഡ് അപ്രോച്ചും ചെയ്യുക. ടൈം ലിമിറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തീർക്കാൻ നോക്കുക. പിന്നെ കീവേഡ്സ് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ഡിറൈവ് ദ ഇക്വേഷൻ യൂസിങ് വർക്ക് ആൻഡ് തിയറം എന്നുള്ള കീവേഡ് വരുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അല്ലെങ്കിൽ വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ജസ്റ്റ് ആ കീവേഡ്സ് നമ്മൾ ഏതാണ് ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ, ഏത് വേർഡാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, ആ കീ വേർഡിന് അണ്ടർലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർലൈൻ ചെയ്തിടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യാനത്. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ബിഗ് ക്വസ്റ്റ്യൻ പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം അപ്പോൾ എക്സാമ്പിൾ ലോ ഓഫ് സിസ്റ്റം ഓഫ് റൊട്ടേഷൻ ആൻഡ് ആ പാർട്ടിക്കിൾസ് ആ ഒരു ചാപ്റ്ററിലാണ് കാണുമ്പോൾ ആ ചാപ്റ്ററിലാണ് ഞാൻ പഠിച്ചല്ലോ എന്ന രീതിയിൽ സ്കിപ്പ് അടിക്കാതിരിക്കുക. അതിൽ 3 വിഷയം കാണും. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ അതിനകത്ത് 1 മാർക്കിൻ്റെ നമുക്ക് അറിയാത്തത്, ബാക്കി 4 മാർക്ക് അറിയായിരിക്കും. വാട്ട് ഈസ് ടോർക്ക് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പം ഓരോ സെക്ഷനും ശ്രദ്ധിച്ച് വായിക്കാൻ നോക്കുക. ഒന്നുകൂടെ പറയാം,
നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് കാണും, കാരണം 3 സബ് ക്വസ്റ്റ്യനൊക്കെ കാണും. നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഏരിയ അറിയില്ല, ആ ചാപ്റ്റർ അറിയില്ല എന്നൊക്കെ തോന്നും. ക്ഷമയോടൊന്ന് വായിച്ച് നോക്കുക, ചിലപ്പോൾ അതിനകത്ത് 70% 80% ഒക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് സ്കിപ്പ് അടിക്കാൻ നോക്കുക. അപ്പോൾ എക്സാം എഴുതുമ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതെങ്ങനെ എഴുതണം? അപ്പോൾ അത് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, പിന്നെ അറിയുന്ന ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ, അതായത് ഡെറിവേഷൻ ചോദിക്കുകയാണ്, ഡിസ്ക്രൈബ് ദ ടൈം പീരീഡ് ഫോർ ദ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുക. ആ പ്രൊജക്റ്റൈൽ മോഷൻ ആ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ആ T=, ആ സംഭവം ഇട്ട് ആ T= സംഭവം എഴുതുക. ആ രീതിയിൽ ഇതാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഡയഗ്രാം ഉണ്ടായിരിക്കും, സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും, അത് വരച്ചിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വാട്ട് ഈസ് വർക്ക് ആൻഡ് തിയറി നോക്കുമ്പോൾ ആ കണ്ടൻറ്റ് എഴുതുക. കണ്ടൻറ്റ് ഒരു ബോഡി എഴുതിയിട്ട് അതിന് ഇക്വേഷനോട് എഴുതി വെക്കാൻ നോക്കുക. പ്ലെയിനായിട്ട് ഇടാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. അങ്ങനെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ബോക്സ് വരച്ചിട്ട് എഴുതാൻ നോക്കുക. ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ബോക്സ് വരച്ച് എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ വാട്ട് ഈസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ടൻറ്റ് എഴുതുക, ഇക്വേഷൻ എഴുതി വെക്കുക. ഇങ്ങനത്തെ രീതിയിൽ പല അപ്രോച്ച് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ബോക്സ് വരച്ച് എഴുതാൻ നോക്കുക. 2 മാർക്ക് 3 മാർക്ക് ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനേഷൻ, ഇക്വേഷൻ ഡയഗ്രാം വരച്ച് വെക്കുക. പ്ലെയിനായിട്ട് എഴുതരുത്. കണ്ടൻറ്റ് എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇക്വേഷൻ ഡയഗ്രാം എന്തെങ്കിലും കാണും, അതൊന്ന് എഴുതി വെക്കാൻ നോക്കുക. ഡെറിവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡയഗ്രാം ആദ്യം കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അസംഷൻസ് ആദ്യം കൊടുക്കുക, അത് ഡെറിവ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇക്വേഷൻ ബോക്സിലൊക്കെ വരച്ചിടാൻ നോക്കുക. കേട്ടോ? ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ചില കീവേഡ്സൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ചില പാർട്ടിലൊക്കെ ഇപ്പം സിമ്പിൾ പെൻഡലത്തിൻ്റെ ഇക്വേഷനൊക്കെ വരുമ്പം T= ആ സമയം ലാസ്റ്റ് ഇക്വേഷനൊക്കെ വരുമ്പം ബോക്സിലൊക്കെ വരച്ചിടാൻ നോക്കുക. അങ്ങനത്തെ രീതിയിൽ. പിന്നെ നമ്മൾ എഴുതുന്ന പോർട്ട്, ഇപ്പം നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, കെപ്ലർ ലോ ഓഫ് മോഷൻസ്, ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ എന്താ, നമ്മൾ ലോ ഓഫ് ഓർബിറ്റ് ഇങ്ങനെ എഴുതുമ്പം സബ് ഹെഡിങ് എഴുതി ഒരു അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടൻറ്റ് എഴുതുക. അടുത്ത ലോ ഓഫ് ടൈം പീരീഡ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ കണ്ടൻറ്റ് അങ്ങനത്തെ രീതിയിൽ സബ് ഹെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. അതിന് സബ് ഹെഡിങ്ങിന് ഒരു A-B എന്നുള്ള രീതിയിൽ സബ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രസൻറ്റബിൾ ആക്കുക. അതാണ് പറയുന്നത്. ചുമ്മാ വലിച്ചൊരു എഴുതി വെക്കാതെ ഒരു ജസ്റ്റ് സബ് ഹെഡിങ്ങും അണ്ടർലൈനിങ് കൊടുത്ത് രീതിയിൽ എഴുതാൻ നോക്കും. പിന്നെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പം ഹാൻഡ് റൈറ്റിങ് പല രീതിയിലായിരിക്കും. അപ്പോൾ അതൊന്നും മാറ്റാൻ പോകണ്ട. ചിലപ്പോൾ ചരിച്ചെഴുതും, ചിലത് ഒറ്റ അക്ഷരത്തിൽ എഴുതും. അതെങ്ങനെ വേണം എഴുതിക്കോ. പക്ഷേ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ വേർഡ്സുകൾക്കിടയിൽ ഒരു മിനിമം സ്പേസ് കീപ്പ് ചെയ്യുക. പിന്നെ ഒരു മിനിമം സ്പേസ് ആ ഒരു മിനിമം സൈസ് കീപ്പ് ചെയ്യുക. ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലൈനുകൾക്കിടയിലുള്ളൊരു ദൂരവും എന്താണ്, 2 സെൻറ്റൻസുകളുടെ ഇടയിലുള്ള ദൂരവും 2 വേർഡ്സുകളുടെ ഇടയിലുള്ള ദൂരവും നമ്മൾ കീപ്പേഡ് സൈസ്, ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഏത് രീതിയിലാണ് എഴുതിക്കോ, അതൊന്നും മാറ്റാൻ പോകണ്ട. എന്താണ് നിങ്ങൾ എഴുതുന്ന വേർഡ്സുകളുടെ ഇടയിലുള്ള മിനിമം സ്പേസും 2 ലൈനുകൾക്കിടയിലുള്ള സ്പേസും ആ എഴുതുന്ന സെൻറ്റൻസ് വേർഡ്സിൻ്റെ ഒരു മിനിമം സൈസ് കീപ്പ് ചെയ്യുക. ഈ 3 കാര്യം ശ്രദ്ധിച്ച് മാത്രം എഴുതിയാൽ മതി. ഏത് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഈ ക്വസ്റ്റിനിലേക്ക് വരുമ്പം 60 മാർക്കുണ്ട്, പല സെക്ഷൻസ് ഉണ്ട്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം മാർക്ക് ആദ്യം ഒരു 1 മാർക്കിൻ്റെ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് കൂടുതലുള്ളത് ആദ്യം അറ്റൻഡ് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയും. ലാസ്റ്റിലേക്ക് വരുമ്പോൾ 5 മാർക്ക് 4 മാർക്ക് കിടക്കുന്നുണ്ടുള്ള രീതിയിൽ ടെൻഷൻ കാണിച്ച് നമ്മൾ ചിലപ്പം അറിയുന്നത് മറന്നു പോകുന്ന സ്ഥിതി വരാം. അപ്പോൾ അതിലേക്ക് ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1 മാർക്ക് 2 മാർക്ക് അറ്റൻഡ് ചെയ്തിട്ട് നേരെ 4 മാർക്കോ 5 മാർക്ക് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് 3 മാർക്കിൻ്റെ ഒക്കെ അറ്റൻഡ് ചെയ്താലും മതി. ഈ 1 മാർക്ക് 2 മാർക്ക് അറ്റൻഡ് ഏകദേശം എന്താ ഒരു 15 മുതൽ 20 മിനിറ്റ് 15 മിനിറ്റ് മതി. അതിനുശേഷം ഇതൊരു 30 മിനിറ്റിൽ 40 മിനിറ്റ് എടുത്തിട്ട് ഇതങ്ങ് അറ്റൻഡ് ചെയ്ത് തീർക്കണം. പിന്നെ ഒന്ന് ചെയ്താൽ മതി. അങ്ങനത്തെ രീതിയിൽ ഒരു സെലക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നോക്കുക. ഒന്നാമത്തെ കാര്യം അത് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഴുതുമ്പോൾ രണ്ടാമത് ഒന്ന് വായിച്ച് നോക്കുക. അവിടെ തെറ്റ് എഴുതിയിട്ട് നമ്മൾ ഏതെങ്കിലും മാറ്റി അതിൽ ഇക്വേഷനിനകത്ത് ഏതെങ്കിലും സംഭവം മാറ്റി ഒന്ന് തിരിച്ചൊന്ന് വന്ന് വായിച്ച് നോക്കാൻ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് തിരിച്ച് രണ്ടാമതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ മെയിൻ സംഭവം കാമായിട്ടിരിക്കാൻ നോക്കുക. അത് പറഞ്ഞുകൊണ്ട് കാമാവില്ല. നമ്മളിങ്ങനെയൊക്കെ ഒരു
ഈ സമയത്ത് നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ പിക്ക് ചെയ്തും മാനേജൊക്കെ ചെയ്ത് എഴുതുമ്പോഴാണ് ആ കാംനെസ് തന്നെ എഴുതുന്നത്. ഒരാൾക്ക് തന്നെ കാമാവാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുന്ന രീതിയിൽ ആദ്യം 5 മാർക്ക് 4 മാർക്ക് എഴുതി മാക്സിമം ചെറിയ സമയത്ത് തന്നെ മാക്സിമം സ്കോറൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിൽ കോൺഫിഡൻസ് ചെയ്യുമ്പോഴാണ് ആ കാംനെസ് നമ്മളിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കുറച്ച് ലോജിക്കലി ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെല്ലാ ചാപ്റ്റേഴ്സ് ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് വൈസ് ഏത് ചാപ്റ്ററിന് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നോക്കി ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്ക് 2 ടോപ്പിക്ക് എല്ലാ ചാപ്റ്ററിൽ 2 ടോപ്പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് നോക്കാതെ പോരുത്. ഈ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 10 മിനിറ്റ് വെച്ച് മതി. മൊത്തത്തിൽ ഒരു മണിക്കൂർ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. അത് നോക്കാതെ പോരുത്. എല്ലാവരും കാമായിട്ടും നല്ല രീതിയിൽ എക്സാം അപ്ലൈ ചെയ്യുക, എക്സാം നന്നായി എഴുതുക, അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ നന്നായി എഴുതാൻ പറ്റട്ടെ, ഫുൾ മാർക്കിന് അടിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.